വിശ്വാസി എങ്ങനെ വുളൂ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഓരോ അവയവങ്ങളും കഴുകിയാൽ കിട്ടുന്ന പ്രതിഫലം, ഓരോ അവയവങ്ങളിലൂടെയും വുളൂ ചെയ്യുമ്പോൾ ആ വുളൂഇന്റെ വെള്ളത്തിലൂടെ നമ്മുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് നമ്മൾ പറയുന്നത്, അതുപോലെ നമ്മൾ പറഞ്ഞു വുളൂഇന്റെ ഓരോ അവയവങ്ങളും 3 തവണ കഴുകണം. തടവേണ്ട അവയവങ്ങളാണെങ്കിൽ 3 തവണ തടവണം, കഴുകേണ്ട അവയവങ്ങളാണെങ്കിൽ 3 തവണ കഴുകണം എന്ന് നമ്മൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ നമുക്ക് ചെയ്തതായി ഹദീസുകളിൽ കാണാം. 3 തവണ വീതം കഴുകുകയും ശരീരത്തിന്റെ വുളൂഇന്റെ അവയവങ്ങളിൽ 3 തവണ വീതം കഴുകിയതായിട്ട് നമുക്ക് കാണാം. തല തടവുമ്പോ 3 തവണ തടവിയിട്ടുണ്ട്, ചെവി തടവുമ്പോ 3 തവണ തടവിയിട്ടുണ്ട്. അതുപോലെ വുളൂ ചെയ്യുമ്പോ എല്ലാ അവയവങ്ങളും അങ്ങനെ തന്നെയാണ്. കഴുകേണ്ട അവയവങ്ങൾ, തടവേണ്ട അവയവങ്ങൾ എല്ലാം 3 തവണ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ ചെയ്ത്, നല്ല കാമിലായ രൂപത്തില്, പരിപൂർണമായ രൂപത്തില് നമ്മൾ വുളൂ ചെയ്യണം. അങ്ങനെ നല്ല ഒരു വുളൂആയി നമ്മുടെ വുളൂഇനെ അല്ലാഹു മാറ്റിയാൽ നമ്മുടെ പാപങ്ങളെ ആ വുളൂ കൊണ്ട് അല്ലാഹു പുറത്തു തരും. മാത്രമല്ല, അങ്ങനെ വുളൂ ചെയ്താൽ നമ്മുടെ മുഖത്ത് തന്നെ ഒരു ഈമാനിന്റെ വെളിച്ചമായിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വുളൂ ചെയ്തു കഴിഞ്ഞാല് നമ്മളതാ നമ്മുടെ 2 കരങ്ങളും അതേ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. الحمد لله الذي اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين എന്നുള്ള ദുആയുണ്ടല്ലോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين എന്ന് തുടങ്ങുന്ന ദുആയുണ്ടല്ലോ, എന്നുള്ള ദുആയുണ്ടല്ലോ. ആ ദുആ നമ്മൾ പഠിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വുളൂഇന് ശേഷം കൈകൾ രണ്ടും മേലോട്ട് ഉയർത്തി നമ്മുടെ കണ്ണുകൾ ആകാശത്തിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഈ ദുആ ചെയ്താൽ അതേ ഇതിനുള്ള പ്രതിഫലം എന്താണെന്നറിയുമോ? മുഅ്മിനീങ്ങളെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫുതിഹത്ത് ലഹു അബ്വാബുൽ ജന്ന സമാനിയ. അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും മലർക്ക് തുറന്നു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏത് കവാടങ്ങളിലൂടെയും അവർക്ക് ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ അവർക്ക് പ്രവേശിക്കാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ ചെയ്യണ്ടേ നമുക്ക് ഇൻഷാ അല്ലാഹ് തീരുമാനിച്ചോളൂ. ഇന്ന് മുതൽ വുളൂ ചെയ്താല്, വുളൂ ചെയ്ത ഉടനെ നമ്മള് വുളൂ കഴിഞ്ഞാലുടൻ നമ്മൾ 2 കൈകളും മേലോട്ട് ഉയർത്തിയിട്ട് അതേ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് നമ്മൾ ഇത് ചൊല്ലണം. കണ്ണുകൾ ആകാശത്തേക്ക് നോക്കിയിട്ട്, മനസ്സിലായോ? കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്താന്ന് പറഞ്ഞാൽ കണ്ണുകൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിൽ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്താലുള്ള നേട്ടം എന്താണ്? ഫുതിഹത്ത് ലഹു അബ്വാബുൽ ജന്ന സമാനിയ. അവർക്ക് സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കും. ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവർക്ക് പ്രവേശിക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ
ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഈ ദുആ ചെയ്താൽ ഇത്ര വലിയ പ്രതിഫലം കിട്ടും. ഇനി ഈ ദുആ ചെയ്തിട്ടൊരു സൂറത്ത് ഓതാൻ അതേ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ ഫീ ആഖിരി വുളൂഇഹി, ആരെങ്കിലും വുളൂഇന് ശേഷം ഈ സൂറത്ത്, ഇനി പറയാൻ പോകുന്ന സൂറത്ത്, ആരെങ്കിലും വുളൂഇന് ശേഷം മറത്തൻ വാഹിദ, ഒരു തവണ ഓതിയാൽ കാന മിനസ് സിദ്ദീഖീൻ, അവർ സിദ്ദീഖീങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖീങ്ങളായ മഹാന്മാരോട് കൂടെ സ്വർഗ്ഗത്തിലാണ് അവർ. ഇനി പറയാൻ പോകുന്ന സൂറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വുളൂഇന് ശേഷമുള്ള ദുആക്ക് ശേഷം ഇനി പറയാൻ പോകുന്ന സൂറത്ത് ഒറ്റ വട്ടം ഓതിയാൽ അവർ സിദ്ദീഖീങ്ങളെ കൂടെ സ്വർഗ്ഗത്തിലാണ്. ഇനിയോ ഓതിക്കൂടെ നമുക്ക്? ഇനിയോ മുത്തുനബി തങ്ങൾ പറയാണ്, അവൻ ഖറഅ മറത്തൈനി, ആരെങ്കിലും ആ സൂറത്ത് 2 തവണ ഓതിയാൽ ശുഹദാക്കളുടെ പട്ടികയിൽ അവന്റെ പേര് അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? ആ ശുഹദാക്കളുടെ പട്ടികയിലേക്ക് അല്ലാഹു ഇവന്റെ പേര് രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് അതേ മുത്തുനബി തങ്ങൾ പറയാണ്, മൻ ഖറഅ സലാസ, മൻ ഖറഅഹാ സലാസ, 3 തവണ സൂറത്ത് ഓതിയാൽ അതേ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഹശറഹുല്ലാഹു മഅൽ അംബിയാ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ സ്ഥാനമാണ്! അംബിയാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, ഏതാണ് നബിയേ, ഏതാണ് നബിയേ, ഏതാണ് നബിയേ, ആ സൂറത്ത് ഏതാണ്? ഹബീബായ തങ്ങൾ സ്വഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. സ്വഹാബാ, ചെറിയ സൂറത്താണ് സ്വഹാബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സൂറത്തുൽ ഖദ്ർ. പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് 3 തവണ നമ്മൾ ഓതണം. യാ അല്ലാഹ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വുളൂ പരിപൂർണമായിട്ട് വുളൂ എടുത്ത് വുളൂഇന് ശേഷം 2 കൈകളും മേലോട്ട് ഉയർത്തി ആകാശത്തിലേക്ക് നോക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ പറഞ്ഞ ദുആ ചെയ്യും. ആ ദുആ ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് പോന്നിട്ട് ഇൻഷാ അല്ലാഹ് 3 സൂറത്തുൽ ഖദ്ർ ഓതണം. 3 സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു എന്നുള്ള സൂറത്ത് 3 തവണ നമ്മൾ ഓതണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പലരും ഓതുന്നവരായിരിക്കും, എന്നാലും ഇതറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. നമുക്കറിയാമെങ്കിലും അറിയാത്ത ഉണ്ടാവൂലേ? ഇൻഷാ അല്ലാഹ് അവർ പഠിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഓതും, എല്ലാവരും ഓതും ഇൻഷാ അല്ലാഹ്. തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ പതിവാക്കിയാൽ വലിയ കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. അല്ലാഹു നമ്മളെ കൈവിടൂല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, എല്ലാവരും നമ്മുടെ മജ്‌ലിസിനെ നല്ലോണം ഷെയർ ചെയ്യണം, സ്റ്റാറ്റസ് വെക്കണം,
പ്രചരിപ്പിക്കണം, എല്ലാവരിലും എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഇൻഷാ അല്ലാഹ് വുദൂഇനെ പറ്റിയും നിസ്കാരത്തെ പറ്റിയും എല്ലാം നമുക്ക് പഠിക്കണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ നല്ല ഒരു മജ്‌ലിസായി അദ്കാറുകൾ പതിവാക്കുന്ന, വറുദുൽ ലത്തീഫ് പതിവാക്കുന്ന, മുത്തുനബി ചൊല്ലിയ പ്രഭാതത്തിൽ ഹബീബായ തങ്ങൾ ചൊല്ലിയ അദ്കാറുകൾ സ്ഥിരമായിട്ട് ചൊല്ലുന്ന ആളുകളാണ് നമ്മുടെ കുടുംബങ്ങൾ. അല്ലാഹു നമ്മളെ കൈവിടൂല.